വളരെ പരിചിതമായിരിക്കുന്ന ഒരു തിരുവചനമാണ് നമ്മൾ ഇന്ന് രാത്രിയിൽ ധ്യാനത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. We have received a very familiar portion from the word. മത്തായിയുടെ സുവിശേഷത്തിൽ 5 ഡിസ്കോഴ്സസ് ആണ്, 5 ടീച്ചിങ്സ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. There are 5 teachings that are mentioned in the Gospel of Matthew. മത്തായിയുടെ സുവിശേഷം 14-ാമത്തെ അധ്യായമാണ് ഇന്ന് രാത്രിയിലത്തെ വിചിന്തനത്തിനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. We have chosen Gospel of Matthew chapter 14 for tonight. ഈ 14-ാമത്തെ അധ്യായത്തിന് 3 പാരഗ്രാഫുകളുണ്ട്, 3 പെരിക്കോപ്പയുണ്ട്, 3 പാസേജുകളുണ്ട്. There are 3 passages that are a part of Matthew chapter 14. The first part is explaining the death of John the Baptist ന്റെ മരണത്തെയാണ് ആദ്യത്തെ പാസേജിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. The first passage talks about the death of John the Baptist. രണ്ടാമത്തെ പാസേജിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശുക്രിസ്തു 5 അപ്പം കൊണ്ട് 5000-ൽ പരം ആളുകളെ പരിപോഷിപ്പിച്ച സംഭവം, ഫീഡിംഗ് ദ 5000 ആണ് രണ്ടാമത്തെ പാസേജ്. The second passage talks about Jesus feeding the 5000. മൂന്നാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വെള്ളത്തിന്റെ മീതെ നടക്കുന്ന യേശുവിന്റെ ഒരു അത്ഭുതകരമായ പ്രവൃത്തിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. The third portion talks about Jesus walking on the water. അപ്പം ഈ 14-ാമത്തെ അധ്യായത്തിന് 3 പാസേജുകളാണുള്ളത്. There are 3 passages that are mentioned in chapter 14. നമ്മൾ ഇന്ന് രണ്ടാമത്തെ പാസേജാണ് ചില നിമിഷങ്ങൾ ധ്യാനത്തോട് പ്രാർത്ഥനയോടുകൂടെ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. We are going to learn from the word on the second passage, that is of chapter 14. ഈ രണ്ടാമത്തെ പാസേജിൽ നമുക്ക് ചില പ്രിയപ്പെട്ടവരെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. We can see a few people in Matthew chapter 14, the second passage. ഒന്നാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന 4 ടൈപ്പ് ആളുകളെ നമുക്ക് ഈ രണ്ടാം പാസേജിൽ കാണാം. We can see 4 types of people there. അതിൽ ഒന്നാമത്തെ വ്യക്തി എന്ന് പറയപ്പെടുന്നത് ജീസസ് ദ കമ്പാഷനേറ്റ് ലോർഡ്, മനസ്സലിയുന്ന കർത്താവിനെയാണ് ഈ ഒന്നാമത് കാണാൻ കഴിയുന്നത്. The first and foremost is Jesus, the compassionate Lord, that we see here in this passage. രണ്ടാമത്തെ എന്ന് പറയപ്പെടുന്നത് നീഡി മൾട്ടിറ്റ്യൂഡ് ആണ്. ഒരു ഗ്രൂപ്പ് ആളുകൾ ആവശ്യബോധത്തോടെ കാത്തിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ആളുകൾ. We see a group of needy multitude here in this passage, the second group. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കുറച്ച് ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഡിസൈപ്പിൾസ്, ഞങ്ങളെ പോലുള്ള പാസ്റ്റേഴ്സ് ആണ്. Then we see a third group of people. Those are the irritated pastors or the disciples. പിന്നെ അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയപ്പെടുന്നത് ഒരു ബോയ് ആണ്, ഒരു ലാഡ്, ആ ഒരു കൊച്ചനാണ് നമുക്ക് കാണാൻ സാധിക്കും. Then we see the fourth main character there is that boy who brings the food there. So there are 4 types of people. 4 ടൈപ്പിലുള്ള ആളുകൾ ഈ പാസേജിലുണ്ട്. We can see 4 types of people in this passage. നമുക്കറിയാം ഈ 14-ാമത്തെ അധ്യായത്തിന്റെ 13 രണ്ടാം പാരഗ്രാഫ് ആരംഭിക്കുന്നത്. It is the verse 13 begins the second passage in chapter 14. ഈ പാരഗ്രാഫിന്റെ അകത്ത് ആദ്യം തുടങ്ങുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, when Jesus heard this, അത് കേട്ടിട്ട് യേശു അവിടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. Amen. In verse 13 we see, now when Jesus heard this, he withdrew from there in a boat to a desolate place by himself. അത് കേട്ടു എന്ന് പറയപ്പെടുന്ന അതിന്റെ മുകളിലുള്ള ഒരു സംഭവം കേട്ടിട്ട് യേശുക്രിസ്തു നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് ശിഷ്യന്മാരുമായിട്ട് പോവുകയാണ്. It is said that when Jesus heard this, he heard about something that happened in the previous verse, and he takes along his disciples and go to a desolate place. ആ സന്ദർഭത്തിൽ പാലസ്തീനിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായി. In that context, there was a great difficulty in Palestine. യേശുക്രിസ്തുവിന് മുന്നോടിയായിട്ട് വന്ന യോഹന്നാൻ സ്നാപകന്റെ ശിരച്ഛേദം അവിടെ സംഭവിക്കുകയാണ്. There has been a beheading of John the Baptist, who came to make the way of the Lord. ഹെറോദ് എന്നറിയപ്പെടുന്ന രാജാവിന്റെ ക്രൂരമായ ആക്ട് മുഖാന്തരം അവിടെ യോഹന്നാൻ സ്നാപകൻ ശിരച്ഛേദം ചെയ്യപ്പെട്ടു. It was a result of the cruelty of the act of King Herod that beheaded or took away the life of John the Baptist. ഈ സംഭവം കേട്ടിട്ടാണ് യേശുവും ശിഷ്യന്മാരും ഒരു റിട്രീറ്റിനായിട്ട് അവരെ പോകുകയാണ്. It is later on for a retreat that Jesus and his disciples go forward. യേശുക്രിസ്തുവും യോഹന്നാൻ സ്നാപകനും തമ്മിൽ ഹൃദ്യമായ ചില ബന്ധങ്ങളുണ്ട്. There are great connections between John the Baptist and Jesus Christ. John the Baptist was the first person publicly proclaimed Jesus is the Son of God എന്നുള്ളത് ആദ്യമായിട്ട് പ്രഖ്യാപിച്ചത് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ആണ്. John the Baptist is the one who publicly proclaimed for the first time that Jesus is the Son of God. മാത്രമല്ല യേശുക്രിസ്തുവിനെ സ്നാനപ്പെടുത്തിയതും യോഹന്നാൻ സ്നാപകനാണ്. Not only just that, but John the Baptist was the one who baptized Jesus on earth. അപ്പോൾ നമ്മളെ സ്നാനപ്പെടുത്തിയ ആളുകളെ, വിവാഹം കഴിപ്പിച്ച ആളുകളെ, ഇതൊക്കെ നമുക്ക് കുറെ കൂടെ ഹൃദ്യമായ ആഴമേറിയ ബന്ധങ്ങളുണ്ട്. There is a great place of these people of God in our lives who baptized us, who have solemnized our weddings.
അപ്പൊ യേശുക്രിസ്തുവും യോഹന്നാൻ സ്നാപകനും തമ്മിൽ ഒരു ബന്ധം, ഒരു ഹൃദ്യമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. There's a great connection between John the Baptist and Jesus. അപ്പൊ ഈ സംഭവത്തോടുള്ള ബന്ധത്തിൽ ഈ വാർത്ത ആ പട്ടണത്തിൽ ഉണ്ടായപ്പോൾ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരുമായിട്ട് ചേർന്ന് നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് പോകുകയാണ്, ഇവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയും ധൈര്യപ്പെടുത്താനായിട്ടും. Jesus is taking his disciples to calm them or to pacify them after hearing this great heartbreaking news. കാരണം യേശുക്രിസ്തുവിന് അറിയാം കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ യേശുവും ക്രൂശിക്കപ്പെടണം. Jesus knows for a fact that after a few days even Jesus is going to be crucified. അപ്പോൾ ഈ ശിഷ്യന്മാരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ അവരൊരിക്കലും പരാജയപ്പെടാതിരിക്കാനായിട്ട് അവരെ ധൈര്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ നിർജ്ജനമായ ഒരു വിൽഡർനെസ്സിലേക്ക്, ബെഥെസ്ദ മരുഭൂമിയിലേക്ക് ഇവരെയുമായിട്ട് കർത്താവ് പോകുന്നത്. Jesus takes them to this desolate place in this Bethesda desert to give them courage, knowing the fact that they shouldn't miss out or they shouldn't fail the mission or the task that he has entrusted them. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശുക്രിസ്തു അങ്ങനെ ഈ നിർജ്ജനമായ സ്ഥലത്തേക്ക് പോയപ്പോൾ പുരുഷാരം അത് കേട്ടിട്ട് പട്ടണങ്ങളിൽ നിന്ന് ഈ സ്ഥലത്തേക്ക് യേശുവിനെ തേടി പോകുകയാണ്. It is mentioned there that when the crowd heard it, they followed Jesus to this desolate place. ഏകദേശം 5000-ൽ പരം വരുന്ന പുരുഷന്മാർ തന്നെ ഈ ഗ്രൂപ്പിന്റെ അകത്തുണ്ടെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. It is mentioned that close to or more than 5,000 men folks are just mentioned there. അപ്പോൾ 5000 പുരുഷന്മാരുണ്ടെങ്കിൽ എന്തായാലും പ്രാർത്ഥന യോഗത്തിന് കൂടുതലും സഹോദരിമാരായിരിക്കും. ഇവിടെ എനിക്ക് തോന്നുന്ന പുരുഷന്മാരാണ്. മിക്കവാറും എല്ലായിടത്തും സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ. അങ്ങനെയെങ്കിൽ 5000 പുരുഷന്മാരുണ്ടെങ്കിൽ 6000 സ്ത്രീകൾ കാണാൻ സാധ്യതയുണ്ട്. Let's say that if we can see 5,000 men there in a natural art scenario where we see more of ladies would be attending a meeting, so it should be more than 5,000 a count of ladies if we take. അവിടെ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10,000 people ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. It is mentioned that there were even children, so let's say there were around 10,000 people there in that meeting. ഇവരെല്ലാവരും പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായിട്ട് യേശുവിനെ തേടി നിർജ്ജനമായ സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. They have left their towns and came walking in search of Jesus to this desolate place. ഇന്ന് രാത്രി ഞാൻ പ്രാരംഭമായിട്ട് ഓർപ്പിച്ചോട്ടെ, യേശു എവിടെയുണ്ടോ അവിടേക്ക് ജനങ്ങൾ യേശുവിനെ തേടി യാത്ര ചെയ്തിരിക്കും. Amen. Let me remind you in the beginning itself, wherever Jesus is found, people go in search of Jesus where he is. നിർജ്ജനമായ സ്ഥലമാണെങ്കിലും അവിടേക്ക് പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായിട്ട് ഒരു അർബൻ ഏരിയയിൽ നിന്ന് റൂറൽ ഏരിയയിലേക്ക് യേശുവിനെ തേടി ജനങ്ങൾ പോയെങ്കിൽ കർത്താവ് എവിടെയുണ്ടോ അവിടേക്ക് ജനങ്ങൾ എല്ലാ കാലത്തും എത്തിച്ചേരും. Amen. Even if it's a rural place, even if it's a desolate place, leaving their towns and urban areas, wherever Jesus is, people have always come in search of him. ഇന്ന് രാത്രിയിലും ദൈവ സാന്നിധ്യം എവിടെയുണ്ടോ, ദൈവപ്രവൃത്തി എവിടെയുണ്ടോ അവിടേക്ക് കർത്താവിനെ തേടി ജനങ്ങൾ വന്നിരിക്കുമെന്ന് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Amen. Praise the Lord for whoever believes that wherever there is an act or the presence of God, people come in search of his presence. തുൾസയിലുള്ള ദൈവമക്കൾക്കറിയാം ഇവിടെയുള്ള ചെറിയ പ്രവർത്തനമായിരുന്നു, പക്ഷേ ദൈവത്തെ തേടി ദൈവ സാന്നിധ്യത്തിന് വേണ്ടി അനേകരെ കർത്താവ് ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നുകൊണ്ടിരിക്കുന്നു. It was a small place here in Tulsa. Whoever was there in the beginning stages, they know. But where the presence of God was hosted, a lot of people came in searching of this place in Tulsa. ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ യേശുവിനെ തേടി ഇവിടേക്ക് വരികയാണ്. We see thousands of people coming in search of Jesus. അവിടെ യേശു അവരെയൊക്കെ കണ്ടപ്പോൾ അവരോട് ദൈവത്തിന്റെ വചനം പങ്കുവെച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. It is mentioned that he shared and he showed compassion over them when he saw them. ശ്രദ്ധിക്കുക, യേശുക്രിസ്തു ചെയ്ത അത്ഭുത പ്രവർത്തികളിലെ ഈ അത്ഭുതകരമായ പ്രവർത്തനം എല്ലാ സുവിശേഷകരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. This particular miracle is mentioned across all 4 gospels in the Bible. യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതം യോഹന്നാൻ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. പക്ഷേ 5 അപ്പം കൊണ്ട് 5000-ൽ പരം പേരെ പോഷിപ്പിച്ച സംഭവം മത്തായിയും മർക്കോസും ലൂക്കോസും യോഹന്നാനും ഒരുപോലെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. The first miracle of Jesus was mentioned only by John, but we see this Jesus feeding 5,000 was mentioned all across the gospel of Matthew, Mark, Luke and John. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശുക്രിസ്തു അവിടെ വന്നിരിക്കുന്ന ജനത്തെ കണ്ടപ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. It is written there that he showed compassion on them and healed their sick. ഇന്ന് രാത്രിയിൽ ഈ സന്ദേശത്തോടുള്ള ബന്ധത്തിൽ എൻ്റെ ആദ്യത്തെ പോയിന്റ്, ജീസസ് ദ ലോർഡ് ഈസ് എ കമ്പാഷനേറ്റ് ലോർഡ്, our mission is compassion. Amen. For tonight I want to say that our first mission is
showing compassion because our Lord is compassionate. കർത്താവിന്റെ ശുശ്രൂഷ, ദൈവത്തിന്റെ ദൗത്യം എന്ന് പറയപ്പെടുന്നത് അത് കരുണയുടെ ശുശ്രൂഷയാണ്. Amen. The major mission of Jesus on earth is the ministry of showing compassion. വിശുദ്ധ ബൈബിളിൽ സുവിശേഷങ്ങളിൽ കാണുന്ന കർത്താവ് കരുണയുടെ ഭാവമായിരുന്നു യേശുവിന്റെ എല്ലാ ശുശ്രൂഷകളിലും ഉണ്ടായിരുന്നത്. All across the gospel we can see the characteristic of Jesus showing compassion in all of the miracles in Bible. ലോകത്തിലെ എല്ലാ പ്രസംഗകരും ആളുകളും ഒക്കെ ജനത്തെ കാണുമ്പോൾ ആവേശത്തോടെ പലതും വിളിച്ചു പറയാറുണ്ട്. എന്നാൽ യേശുവിന്റേത് ആർദ്രതയുടെ മിനിസ്ട്രി ആയിരുന്നു. Amen. In lot of leaders in the world show a lot of charisma to bring out when they see a lot of crowd, but Jesus showed compassion when he saw the crowd. ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കണ്ട് ആർദ്രതയോടെ മനസ്സലിയുന്ന സർവശക്തനായ ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. We have a God who is present here, who shows compassion to everybody who is present, who is coming in search of him. നിങ്ങൾക്കറിയാമോ, ഇവിടെ വന്നിരിക്കുന്ന ഈ ജനങ്ങൾ they were politically powerless. അന്നത്തെ രാഷ്ട്രീയപരമായിട്ട് അവർ ശക്തിഹീനരായിരുന്നു. റോമ അടിമത്തത്തിൽ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവരായിരുന്നു. All of these crowd who came there were politically powerless, who came in search of Jesus. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അഗ്രികൾച്ചറലിസ്റ്റും അതുപോലെ തന്നെ ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലും ഒക്കെ ഏർപ്പെട്ടിരുന്ന സാധാരണക്കാരായ തൊഴിലാളികൾ. they were economically exploited people ആയിരുന്നു. In those days they were all economically exploited people who came in search of Jesus. അതുപോലെ തന്നെ റിലീജിയസ് ആയിട്ട് സോഷ്യൽ ആയിട്ട് അവർക്കൊരിക്കലും പള്ളിയിൽ പോകുവാൻ കഴിയാത്ത സ്ത്രീകൾ അടക്കമുള്ള പ്രിയപ്പെട്ടവരെ സോഷ്യലി സ്റ്റിഗ്മാറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആളുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. They were all affected by socialistic matters and issues that secluded them from even going to church in those days. അതുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടും ആധ്യാത്മികപരമായിട്ടും തളർന്നിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ജനത്തെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. Jesus showed compassion over a group of people who were affected socially, culturally, who were having a very bad state in their community. ഇന്ന് രാത്രിയിൽ വേദനയോടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കണ്ടിട്ട് മനസ്സലിയുന്ന ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ ഇവിടെ ഉണ്ട്. There is a great presence of God in this room who shows compassion to everybody who is broken hearted. വിശുദ്ധ ബൈബിൾ പറയുന്നത് ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥനാണ്, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. The word of God says he is close to the broken hearted and he builds the one who is in tears. തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയങ്ങളെ ദൈവം ഒരിക്കലും നിരസിക്കുന്ന ദൈവമല്ല. The Lord never forsakes anybody who has a broken heart. വിശുദ്ധ ബൈബിളിന്റെ ഉടനീളമെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് കരുണയോടെ കർത്താവ് തന്റെ ജനത്തിന് വേണ്ടി പ്രതികരിക്കുന്നതാണ്. Across the Bible we see the Lord acting out of his compassion to people. പഴയ നിയമത്തിൽ ഒരു ശിംശോൻ തന്റെ ജീവിതത്തിൽ കൃപ നഷ്ടപ്പെട്ടിട്ടും ഒരിക്കൽ താൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ദൈവമേ ഒരു പ്രാവശ്യം കൂടി എന്നെ ഒന്ന് ഓർക്കണമേ എന്ന്. There is a prayer that Samson prays after losing his grace upon his life, saying, Lord, remember me, God. ഫെലിസ്ത്യ മല്ലന്മാരുടെ മുൻപിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ രക്ഷപ്പെടുവാൻ സാധ്യതയില്ലാതിരിക്കുമ്പോൾ താൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഒരിക്കൽ കൂടെ എന്നെ ഓർക്കണമേ എന്ന്. Samson prays this prayer when he is trapped among the Philistines, when he has no other choice, saying, Lord, remember me once again. ഇന്ന് രാത്രിയിലും കരുണയോടുകൂടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മനസ്സലിയുന്ന ദൈവത്തിന്റെ കരുണയുടെ കരങ്ങൾ ഈ പ്രാർത്ഥനയിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. There is a great hand of God that has come down for everyone who is in need, a great hand of compassion. തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയങ്ങളുടെ മേൽ ദൈവത്തിന്റെ കൃപ വർഷിപ്പിക്കാൻ കർത്താവ് ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമുക്ക് വേണ്ടി ഇറങ്ങി വരും എന്ന് വിശ്വസിക്കുന്നവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. In this fasting prayer, I believe that the hand of God will come down with compassion to everyone who is in need. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പുരുഷാരത്തെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞുവെങ്കിൽ ഇന്ന് രാത്രിയിലും മനസ്സലിയുന്ന ഒരു നല്ല കർത്താവിനെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. It is mentioned here that he saw a great crowd and he had compassion. If that's what the word says, there is a God who shows compassion over our lives. കണ്ണുനീരിന്റെ താഴ്വരകളിൽ കൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ ഒരിക്കലും ദൈവം നമ്മളെ കൈവിടുന്ന ദൈവമല്ല, അവൻ നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവമാണ്. Our God never forsakes us even when we go through trials of tears. He is the one who wipes away our tears. അതുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ദൈവം എന്റെ കണ്ണുനീരുകളെ തുടയ്ക്കും, ദൈവം എന്നോട് മനസ്സലിയും, ദൈവത്തിന്റെ വലിയ കരങ്ങൾ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. Tonight believe that the Lord will wipe away my tears and the hand of God will come for me in favor of me in my lives in this fasting prayer. അതുകൊണ്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവരിൽ മനസ്സലിഞ്ഞവരുടെ രോഗികളെ കർത്താവ് സൗഖ്യമാക്കി. That is why it is mentioned that he had compassion on them and healed their sick. എന്നാൽ ആ സന്ദർഭത്തിൽ ശിഷ്യന്മാർ വന്നിട്ട് യേശുവിനോട് പറയുന്ന ചില കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. There are a couple of things that is mentioned there that the disciples tell Jesus. അവര് വന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. ഇത് മരുഭൂമിയാണ്, നേരം വൈകി, ഇവിടെ നമുക്ക് ഭക്ഷണങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. The disciple came to him and said, this is a desolate place and the day is over.
we cannot provide food for them. യേശു അവരോട് പറയുന്നുണ്ട്, അവരെ പറഞ്ഞു വിടേണ്ട, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാനായിട്ട് കൊടുക്കണം. And Jesus replies to them saying they need not go away, you can give them something to eat. നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാനായിട്ട് കൊടുക്കണം. You can give them something to യേശു eat. പറയുകയാണ്, നിങ്ങൾ ഈ വെല്ലുവിളിയെ ഏറ്റെടുക്കണം. You have to accept this challenge. നിങ്ങൾ ഈ ചലഞ്ചസുകൾ ഏറ്റെടുത്തേ മതിയാകത്തുള്ളൂ. Jesus tells his disciples, you have to take up this challenge. ചലഞ്ചസുകൾ ഏറ്റെടുത്ത പ്രിയപ്പെട്ടവരെയാണ് ദൈവം എല്ലാ കാലങ്ങളിലും ഉപയോഗിച്ചിട്ടുള്ളത്. It is God has always used people who have accepted challenges in their life. വിശുദ്ധ ബൈബിളിലാണെങ്കിലും ചരിത്രത്തിലാണെങ്കിലും ആരെല്ലാം ചലഞ്ചസുകൾ, വെല്ലുവിളികൾ ഏറ്റെടുത്തിട്ടുണ്ടോ അവരെല്ലാം ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. Across the Bible, even in the world history, we see whoever has taken up challenges is who have made a significant difference in the world. ലോകത്തിൽ അനേക പ്രിയപ്പെട്ടവരെ വെല്ലുവിളികളുടെ മുൻപിൽ പരാജയപ്പെട്ടു പോയ പ്രിയപ്പെട്ടവരുണ്ട്. There are a lot of people who we see in the world who have failed in taking up challenges in the world. എന്നാൽ ഈ മരുഭൂമിയിൽ, ഈ ചലഞ്ചസുകൾ നിറഞ്ഞ മരുഭൂമിയിൽ കർത്താവ് എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഇതിനെ അതിജീവിക്കാനായിട്ടുള്ള ഒരു ദൈവകൃപ കർത്താവ് നൽകി തരും. Amen. God will provide a great grace over our lives if we trust in him. Even in this deserted place, I trust in God. The disciples and the Jesus were in the same situation. Their perspectives were different. അവരുടെ രണ്ടുപേരുടെയും ചിന്തകൾ വ്യത്യസ്തങ്ങളാണ്. Their perspectives were different, the disciples and of Jesus. മരുഭൂമിയാണ്, എന്നാൽ കർത്താവ് ഉണ്ടെങ്കിൽ ഏത് മരുഭൂമിയിലും ദൈവത്തിന്റെ കരങ്ങൾ ചലിക്കപ്പെടും. Amen. Jesus is present even in any deserted situation. The hand of God works still. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന അവർ പോകുവാൻ ആവശ്യമില്ല, അവരെ പറഞ്ഞയക്കേണ്ട, നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാനായിട്ട് കൊടുക്കണം. They don't need to go. Jesus says they don't need to go. You have to give them something to eat. പ്രിയമുള്ളവരെ, നമ്മൾ ജീവിക്കുന്ന ഈ ലോകം എന്ന് പറയപ്പെടുന്നത്, സാഹചര്യം എന്ന് പറയപ്പെടുന്നത് വളരെ വെല്ലുവിളികൾ നിറഞ്ഞാണ്. അത് വ്യക്തിപരമായ ജീവിതത്തിൽ, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സഭാജീവിതത്തിലൊക്കെ വെല്ലുവിളികളുണ്ട്. This world, our lives are full of challenges in our personal lives, in our family lives, in our lives with regard to our children. ഹോളിവുഡിലോ ബോളിവുഡിലോ ഒന്നും കാണുന്നത് പോലെയുള്ള റിയൽ ലൈഫ് ഈസ് നോട്ട് ഓൾവേസ് എ റിയൽ ലൈഫ്. Real life is not always a real life. കാരണം നമ്മൾ കരുതുന്നത് ഇങ്ങനെയുള്ള ഈ ലോകത്തിൽ കാണപ്പെടുന്നതെല്ലാം റിയലുകളാണ്. എന്നാൽ അങ്ങനെയല്ല. ജീവിതത്തിന്റെ ചലഞ്ചസുകൾ വരുമ്പോൾ പ്രശ്നങ്ങളെ നേരിടാൻ ദൈവകൃപ ആവശ്യമാണ്. All what we see in the world are not real, but we always need a grace of God to face challenges in our life. അനേക പ്രിയപ്പെട്ടവർ, ഐക്യമുള്ള അനേക പ്രിയപ്പെട്ടവർ ഈ ലോകത്തിലുണ്ട്. അവരിൽ പലരും പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. There are a lot of people who have failed, who had a high level of IQ. അനേക പ്രിയപ്പെട്ടവർ EQ ഉള്ളവരുണ്ട്, ഇമോഷണൽ ക്വോഷ്യന്റ് ഉള്ളവരുണ്ട്. അവർ പോലും തളർന്നു പോയിട്ടുണ്ട്. A lot of people who failed, who had a great value of EQ. എന്നാൽ ഒരു കാര്യം പറയട്ടെ, SQ ഉള്ള പ്രിയപ്പെട്ടവർ, സ്പിരിച്വൽ ക്വോഷ്യന്റ് ഉള്ള പ്രിയപ്പെട്ടവരെ, ആത്മീകമായി ദൈവസാന്നിധ്യമുള്ള പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ മരുഭൂമികളുടെ മധ്യത്തിലും ദൈവരെ സഹായിപ്പാൻ അവരോട് കൂടെ But there is ഉണ്ടായിരിക്കും. another set of people who has a high level of SQ, spiritual coefficient, but they have always faced their challenges and God has brought them through. കാരണം നമ്മൾ ഇന്നത്തെ ഒരു സംസ്കാരവും സാഹചര്യങ്ങളും എല്ലാം വ്യത്യസ്തങ്ങളാണ്. In this world, our cultures and our situations are different. എനിക്ക് തോന്നുന്നു തുൾസയിലുള്ള ഈ കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ 3 സ്റ്റൈലിലുള്ള ഫാമിലി സ്റ്റൈലുള്ള ഗ്രൂപ്പ് ഇവിടെ ഇരിപ്പുണ്ട്. There are 3 styles of people who have gathered here in Tulsa. ജോയിന്റ് ഫാമിലി സിസ്റ്റത്തിലുള്ള പ്രിയപ്പെട്ടവരുണ്ട്, ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റത്തിലുള്ളവരുണ്ട്, സൈബർ ഫാമിലി സിസ്റ്റത്തിലുള്ള പ്രിയപ്പെട്ടവരുണ്ട്. There are a lot of people who are a part of joint family, nuclear family, and a cyber family. ജോയിന്റ് ഫാമിലി സിസ്റ്റം ആയിരുന്നു നമ്മുടെയൊക്കെ പണ്ടത്തെ ഒരു സിസ്റ്റം എന്ന് പറയപ്പെടുന്ന. അന്ന് നമ്മുടെ സൊസൈറ്റി അഗ്രികൾച്ചറൽ കമ്മ്യൂണിറ്റി ആയിരുന്നു. It was an agricultural community that was a part of our culture, where we had a joint family culture. ജോയിന്റ് ഫാമിലി സിസ്റ്റത്തിൽ പവർ എന്ന് പറയപ്പെടുന്നത് അത് എപ്പോഴും പുരുഷന്മാരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. പവറും കമ്മ്യൂണിക്കേഷനും എപ്പോഴും പുരുഷന്മാരിലാണ്, മെയിൽ ഡോമിനേറ്റഡ് ആയിരിക്കും. In that kind of a system, it was always male dominated, and all the communication and power was concentrated on the men in the family. അന്ന് സഹോദരിമാർക്ക്, സ്ത്രീകൾക്ക് അത്രമാത്രം സ്വാധീനവും അവർക്ക് പവറുമില്ല, കമ്മ്യൂണിക്കേഷനും കുറവാണ്. Back then, the ladies in the family didn't have much of a power or a communication value back in the day. എന്നാൽ ജോയിന്റ് ഫാമിലി സിസ്റ്റത്തിൽ നിന്ന്, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമ്മുടെ ആളുകൾ ബോംബെയിലേക്കും ഡൽഹിയിലേക്കും ഒക്കെ പോയപ്പോൾ അവരെ മാതാപിതാക്കളെയും കൊണ്ടല്ല പോയത്, ഭാര്യമാരെയും കൊണ്ടാണ് പോയത്. But when we moved across places to Delhi or Mumbai into other cities, they didn't take their parents, but they moved across with their wives. അങ്ങനെ അഗ്രികൾച്ചറൽ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഇൻഡസ്ട്രിയൽ കമ്മ്യൂണിറ്റിയിൽ വന്നു. അങ്ങനെ ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റം ഉടലെടുത്തു. From an agricultural setup, we came to an industrial setup where a nuclear family setup was born. ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റത്തിൽ രണ്ടുപേരും ഏകദേശം ഒക്കെ ഈക്വൽ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. In the nuclear family setup, both the husband and the wife would always want to do things equally. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനായിട്ട്
ചെയ്യാനായിട്ടും രണ്ടുപേരും കുക്ക് ചെയ്യാനായിട്ടും രണ്ടുപേരും ക്ലീൻ ചെയ്യാനായിട്ടും ഒക്കെ തയ്യാറാകും. There's always a place where both of them take effort to cook and clean in the family. എന്നാൽ ഇന്നത്തെ നമ്മുടെ സൊസൈറ്റി എന്ന് പറയപ്പെടുന്നത് ഇൻഫർമേഷൻ സൊസൈറ്റിയാണ്, സൈബർ സൊസൈറ്റിയാണ്. And currently we are in a society where it is completely influenced by the cyber world. ഇവിടുത്തെ പവറും ഇവിടുത്തെ കമ്മ്യൂണിക്കേഷനും എല്ലാം ഇൻഡിപെൻഡന്റ് ആണ്. In this kind of a setup, all your power and your communication is completely independent. കാരണം രണ്ടുപേർക്കും ജോലിയുണ്ട്, രണ്ടുപേർക്കും കമ്മ്യൂണിക്കേഷൻ പവർ ഉണ്ട്, രണ്ടുപേർക്കും അവരുടെ അതോറിറ്റി ഉണ്ട്. This is because both of them are entrusted with their own authority, their communication and their independent lifestyle. അതുകൊണ്ടാണ് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാവുന്നത്, ഇപ്പോൾ സഹോദരിമാർക്ക് ഇപ്പം മിനി എന്ന് പറഞ്ഞ എൻ്റെ ഭാര്യയുടെ പേര് തന്നെ പറഞ്ഞേക്കാം. മിനിക്ക് ഇപ്പം ജോലി ഉണ്ടെങ്കിൽ മിനിയോട് അന്നത്തെ CEO പറയുകയാണ്, ഇന്ന് യൂറോപ്പിലാണ് നിനക്ക് പോകേണ്ടത്, യൂറോപ്പിൽ പോയി ജോലി ചെയ്ത് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിയുടെ ഭർത്താവ് സമ്മതിക്കത്തില്ല, നേരെ സന്ധ്യയാവും വീട്ടിൽ വരാൻ പറയും. നമ്മുടെ ജോയിന്റ് ഫാമിലി സിസ്റ്റത്തിലുള്ള ഒരാൾ വീട്ടിൽ നിന്നാണ് ഈ ചെറുക്കൻ കല്യാണം കഴിച്ച് വന്നേക്കുന്നതെങ്കിൽ ജോയിന്റ് ഫാമിലിയും സൈബർ ഫാമിലിയും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. If there is a wife who is coming from a joint family setup, or two people are married one from nuclear family and from a joint family, there'll be a problem if the wife's boss asks her to go to a Europe sector, but that won't be acceptable in a joint family kind of setup. കാരണം ഈ മൂന്ന് സൊസൈറ്റിയും മൂന്ന് ഫാമിലി സിസ്റ്റവും നമ്മുടെ ഗ്രൂപ്പിന്റെ അകത്തുണ്ട്. There is all three kinds of people and society right seated here. അതുകൊണ്ട് ഒത്തിരി വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. That is why we are staying or living in a community with a lot of challenges. ഇതിന്റെ എല്ലാം മധ്യത്തിൽ നിൽക്കാൻ കഴിയുന്നത് ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. The only thing that sustains us through all these challenges in this society and community is the grace of God. കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാർ, ഇപ്പോൾ നിങ്ങൾ കല്യാണം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവർക്ക് ഒത്തിരി സ്വപ്നങ്ങളുണ്ട്, ഒത്തിരി ഡ്രീംസ് ഉണ്ട്. There are a lot of dreams who all of the men who are getting ready to get married dream about. എന്നാൽ വിവാഹം ചെയ്തു കഴിയുമ്പോൾ അവരുടെ ഡ്രീമുകളെല്ലാം ഓരോ അനുഭവങ്ങളോടുള്ള ബന്ധത്തിൽ റിയാലിറ്റി ആകണമെന്നില്ല. In a lot of times it cannot be a reality when it comes to dream after they get married. ഡ്രീമും റിയാലിറ്റിയും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. There will be a lot of conflict between dreams and reality. ചിലപ്പോൾ സുന്ദരിയായിരിക്കുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യാനായിരിക്കും ചെറുപ്പക്കാരന് ആഗ്രഹം ഉണ്ടായിരിക്കുന്നത്. The young man would desire to marry a beautiful wife. ഇപ്പോഴത്തെ ഏതെങ്കിലും സിനിമയിലുള്ള മമതയെ പോലെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ കല്യാണം കഴിക്കാനായിരിക്കും താല്പര്യപ്പെടുന്നത്. They would be comparing a person or expecting or desiring for a person who comes like in a movie actress. എന്നാൽ വീട്ടുകാർ പറയും, അങ്ങനെ ആലോചിച്ച് വരുമ്പം പറയും, കിട്ടിയില്ലെങ്കിൽ പറയും, അവളെ ഒരു ഡോക്ടറാണല്ലോ അല്ലെങ്കിൽ അവളൊരു എഞ്ചിനീയർ ആണോ, നീ അവനെ കെട്ട്, സുന്ദരി അല്ലെങ്കിലും കെട്ടാൻ പറയും. But when it comes to reality, sometimes our parents or families would end up saying, she's a doctor, she's an engineer, get married to her. പക്ഷേ ഇവന്റെ ഡ്രീം എന്ന് പറയപ്പെടുന്നത് വേറെയാണെന്ന് പറയും. റിയാലിറ്റിയുമായിട്ട് ഹിറ്റ് ചെയ്യുമ്പോൾ വലിയ പ്രശ്നമാണ്. But his dream was different, but when it hit with the reality, it became a big conflict. ഞങ്ങൾ പാസ്റ്റർമാർ കല്യാണം കഴിപ്പിച്ച് വിടുമ്പോൾ പറയും, ഇനി നിങ്ങൾ മേലാൽ രണ്ടല്ല ഒന്നായിരിക്കും എന്ന് പറയും. When pastors solemnize wedding, they say you are not two anymore, you are made one in Christ. പക്ഷെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇവർ ഒന്നല്ല രണ്ടാണെന്നുള്ളത്. But only when they return home they understand that they are two and not one. അതുകൊണ്ടാണ് ബഷീർ പറഞ്ഞത് ഒന്ന് ഇമ്മണി വലിയ ഒന്നെന്ന് പറഞ്ഞത്. അത് കർത്താവിൽ നിന്ന് പഠിച്ചതാണ് ബഷീർ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ അതിനെ അതിജീവിക്കുവാൻ ദൈവത്തിന്റെ കൃപ ആവശ്യമാണ്. It is only the grace of God that is required to us to overcome the challenges in life. ഇന്നത്തെ നമ്മുടെ കൾച്ചറിലും സംസ്കാരത്തിലും നമ്മുടെ സാമൂഹിക ജീവിതത്തിലും ഫാമിലി സെറ്റിംഗ്സിലും ഒന്നും പലതും നമുക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കത്തില്ല. We cannot overcome personally all of these challenges that are coming up in our society community. അതുകൊണ്ട് കർത്താവ് ഇവരോട് പറയാണ്, നിങ്ങൾ ഈ ചാലഞ്ചസ് ഏറ്റെടുക്കണം, കാരണം ഞാൻ നിങ്ങളോട് കൂടെ മരുഭൂമിയിലുണ്ട്. Because Jesus said to them, you have to take up this challenge because I am with you. ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രകളിൽ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, ഈ യാത്രയിൽ മരുഭൂമിയാണെങ്കിലും കർത്താവ് എന്നോട് കൂടെയുണ്ട്. In this worldly journey we need to understand that even if we are in a desert, God is with us. ദൈവ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ നമ്മെ സഹായിക്കാനും പരിപാലിക്കാനും ദൈവത്തിന്റെ കൃപയുണ്ടായിരിക്കും. Wherever the presence of God is there is a grace and a hand of God that comes for us. ജീവിത സാഹചര്യങ്ങൾ എത്ര പരിവരുത്തതാണെങ്കിലും ഉദ്ദേശിച്ച പലതും നടന്നില്ലെങ്കിലും കർത്താവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മെ നയിക്കുവാൻ ദൈവം നമ്മളോട് കൂടെ ഉണ്ടായിരിക്കും. Even if things don't go the way we want in our lives, and even if our lives take a rough route,
we need to trust in God that He comes through for us. ഇന്ന് രാത്രിയിലും പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന്റെ മധ്യത്തിൽ കർത്താവ് നിന്നോടുകൂടെ ഈ മരുഭൂമിയിലുണ്ടെങ്കിൽ നിന്നെ നയിപ്പാൻ സ്വർഗത്തിലെ ദൈവം ശക്തനാ. If God is with you even in this life, the Lord is more than enough to guide you through or take you through your situation. ഇവിടെ ശിഷ്യന്മാര് പറയുകയാണ്, ഇവിടെ വൈകുന്നേരമായി, നേരം വൈകി, 5 അപ്പവും 2 മീനും മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ സ്ഥലം എങ്ങുമില്ല, അതുകൊണ്ട് ഇത് മരുഭൂമിയാണ്, പറഞ്ഞു വിടണം എന്നിവരോട് ആവശ്യപ്പെടുകയാണ് യേശുവിനോട്. The disciple comes to him and says, the day is over, it is a desolate place, and all we have got is 5 breads and 2 fishes. ശ്രദ്ധിക്കുക, യേശുവിനോട് ശിഷ്യന്മാർ വന്ന് പറഞ്ഞത് ഫാക്റ്റ് ആണ്. The disciples came to Jesus and conveyed a fact to him. ശിഷ്യന്മാർ പറഞ്ഞത് ഇത് വൈകുന്നേരമായി, നേരം വൈകി, ടൈം ഈസ് അറ്റ് ഹാൻഡ്, ദി ഈവനിങ് ടൈം ആണ്, നേരം വൈകി, ഇവിടെ മരുഭൂമിയാണ്, ഭക്ഷിപ്പാനായിട്ട് അന്ത്രയോസ് ആരെന്ന് തോന്നുന്നു ഇത് കണ്ടുപിടിച്ച വ്യക്തി. യോഹന്നാൻ സുവിശേഷം 6 പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ചിൽഡ്രൻസ് മിനിസ്ട്രിയിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളായിരുന്നു കൊണ്ടാണെന്ന് തോന്നുന്നു ഒരു കൊച്ചന്റെ കയ്യിൽ പോയി ഇത് കണ്ടുപിടിച്ചുകൊണ്ടൊക്കെ വന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞു ഇവിടെ 5 അപ്പവും 2 മീനുമേ ഉള്ളൂ. ഫിലിപ്പോസ് ആയിരുന്നു അന്നത്തെ ട്രഷറർ, അതും യോഹന്നാൻ സുവിശേഷം 6 എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എല്ലാം കൂടെ കണക്ക് കൂട്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു 300 വെള്ളിക്കാശും, അത് നടക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഇവരുടെ ഉള്ളത് ഇവർ പറയുകയാണ്, ഇവർ പറഞ്ഞത് ഫാക്റ്റ് ആണ്, നടക്കത്തില്ല, സാധിക്കത്തില്ല എന്ന് പറയുകയാണ്. The disciples come up with a lot of facts stating, John comes up and says, all we have is just 5 breads and 2 fishes. It was Philippus who comes and says, all we have is 300 denaries, and nothing is going to do for all of these mass crowd. എന്നാൽ ഇന്ന് രാത്രിയിൽ പറയട്ടെ, ഇവർ പറഞ്ഞതെല്ലാം ഫാക്റ്റുകളാണെങ്കിലും ഫെയ്ത്ത് ഈസ് ബിയോണ്ട് ദ ഫാക്ട്. നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഫാക്റ്റുകൾക്ക് അപ്പുറമായിട്ട് ദൈവത്തിന്റെ കരങ്ങൾ പ്രവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. Even though all of these facts were stated, our faith is beyond the fact. The Lord is more than enough to come through if we have faith in Jesus. അസാധ്യമെന്നും അസംഭവ്യമെന്ന് പറയപ്പെടുന്ന പല മേഖലകളിലും ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഈ മരുഭൂമിയിൽ അത്ഭുതങ്ങളെ വീണ്ടും കർത്താവിന് ചെയ്യാനായിട്ട് കഴിയും. If God is with you, any kind of impossibilities can be turned into possibilities, saying our God is with us. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ഇങ്ങനെ പറയപ്പെടുന്നത്, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഈസ് ഇറ്റ് എനിത്തിങ് ഹാർഡ് ടു ദ ലോർഡ്? അബ്രഹാം തന്റെ ശരീരം കൊണ്ടും അതുപോലെ തന്നെ സാറ തന്റെ ശരീരത്തിന് നിർജീവത്വം കൊണ്ടും ഇനി ഒരു പുത്രോത്പാദനത്തിനുള്ള സാധ്യതകളില്ല. പക്ഷേ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിന് അസാധ്യമായത് എന്തെങ്കിലും ഉണ്ടോ? In Genesis we see that Abraham asked, is there anything too difficult for God? Understanding the fact that Abraham's and Sarah's age is very old and their time is up, but still he asked, in trusting in God, is there anything too difficult for God? ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. To all those who are prayerful here, there is nothing too difficult for God. മറിയ ദൂതനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, how it will happen, എങ്ങനെ ഇത് സംഭവിക്കും? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിട്ടും, നിന്റെ മേൽ നിഴലിട്ടാൽ ഒരു വിശുദ്ധ പ്രജ ഉൽപ്പാദിപ്പിക്കപ്പെടും. ദൈവം പ്രവർത്തിച്ചാൽ അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുവാൻ ദൈവത്തിന്റെ കരങ്ങൾക്ക് കഴിയും. If God comes through for you, all impossibilities can be turned into possibilities, just like how it happened in Mary's life. The Almighty shadowed upon her and impossibilities came and a supernatural generation came out of her life. അതുകൊണ്ട് don't maximize your problem. നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾ ഒരിക്കലും വലുതായിട്ട് കാണരുത്. Don't minimize God's resources. ദൈവത്തിന്റെ റിസോഴ്സുകളെ ഒരിക്കലും ചെറുതായി കാണരുത്. Give it to the hands of Jesus. He is the best manager. He is ready to handle all your challenges. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളെയും മാനേജ് ചെയ്യാനായിട്ട് കഴിയുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഈ രാത്രിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ഇന്ന് രാത്രിയിൽ വിശ്വസിച്ച് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. Never maximize your problem and minimize God's resources. How many of you can believe tonight that there is a God who comes through for me even in my biggest trouble? ദൈവത്തിന് നമ്മുടെ ജീവിതത്തിന്റെ പലവിധ വിഷയങ്ങളുടെ മേലും അത്ഭുതകരമായ ചില ദൈവപ്രവൃത്തികൾ ചെയ്യാനായിട്ട് കഴിയും. In any kind of situation you are going through, God can do an impossible miracle for you. ഈ ദിവസങ്ങളിൽ സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും നിങ്ങളുടെ മുൻപിലുള്ള ഫാക്റ്റുകൾ ചെറുതാണ്, നിസാരമായതാണ്. എന്നാൽ give it to the hands of Jesus. നിങ്ങളുടെ കരങ്ങളിലുള്ളത് ചുരുങ്ങിയതായിരിക്കാം, പക്ഷെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കൂ. സർവശക്തനായ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ ദൈവം ശക്തനാ. All the prayer requests that the church is praying for, and even if your facts seem big, there is a fact beyond that the Lord can make it possible in any situation. So our Lord Jesus is transforming the situation. Mission is transformation. നമ്മുടെ കർത്താവ് സാഹചര്യങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന കർത്താവാ. Our God is a God who transforms the situations. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, മിഷൻ എന്ന് പറയപ്പെടുന്നത് അത് ട്രാൻസ്ഫോർമേഷന്റെ മിനിസ്ട്രിയാണ്. The mission that the Lord has entrusted us is a mission of transformation. Our mission is compassion. Our mission is transformation. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്
കരുണയുടെ ദൗത്യമാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. ട്രാൻസ്ഫോർമേഷന്റെ Our ദൗത്യമാണ്. mission is transformation. Our mission is to show compassion to people. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന്റെ മധ്യത്തിൽ അതിനെ പരിവർത്തനം വരുത്തുവാൻ, ട്രാൻസ്ഫോം ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. Whatever problem that you are going through in your life, the Lord is more than enough to transform your situation. ഞാനും നിങ്ങളും സേവിക്കുന്ന കർത്താവിന് കരുണയോടുകൂടെ നിങ്ങളുടെ വിഷയത്തിന്റെ മേൽ ഇറങ്ങി വരുവാനായിട്ട് കഴിയും. The Lord we serve can come down in compassion, in mercy to show and turn our situations around. ഇന്ന് രാത്രിയിൽ എത്ര പ്രിയപ്പെട്ടവർ വിശ്വസിക്കുന്നു എന്റെ ദൈവം കരുണയോടുകൂടെ ചില അത്ഭുതകരമായ പ്രവൃത്തികൾ എന്റെ കുടുംബാന്തരീക്ഷത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ചെയ്യും. കർത്താവിന്റെ കരങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഈ മരുഭൂമിയിൽ, ഈ വെല്ലുവിളികളുടെ മധ്യത്തിൽ ഞങ്ങൾക്ക് അഭിമുഖീകരിക്കുവാൻ, ഞങ്ങൾ പ്രശ്നത്തോട് കടക്കുന്ന ഈ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രിയിൽ കരങ്ങൾ തട്ടി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. Put your hands together. Whoever believes that the Lord can come through in any kind of situation, He can change any impossibility into possibility if God is there in my life. നമ്മുടെ ഇമാജിനേഷനെക്കാട്ടിലും ഉപരിയായിട്ട്, നമ്മുടെ തിങ്കിങ്ങിനെക്കാട്ടിലും ഉപരിയായിട്ട് ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി എന്നിൽ പ്രവർത്തിക്കുവാൻ, നമ്മുടെ സഭയിൽ പ്രവർത്തിക്കുവാൻ, നമ്മുടെ കുടുംബത്തിൽ പ്രവർത്തിക്കുവാൻ ഞാൻ സേവിക്കുന്ന ഈ നല്ല കർത്താവിന് കഴിയുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. If you believe that the Lord can come through beyond my imagination and beyond my thinking capability, praise the Lord. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇവിടെ 5 അപ്പവും 2 മീനും, Here we see 5 loaves of bread and 2 fishes. ഒരു ബാലന്റെ കരങ്ങളിൽ നിന്ന് അത് ശിഷ്യന്മാരുടെ കരങ്ങളിൽ കൂടെ യേശുവിന്റെ കരങ്ങളിലേക്ക് വരികയാണ്. From a boy's hand, it comes to Jesus through the disciples. Mission is sharing. The mission is sharing. So Jesus is equipping the unworthy thing. സാധാരണമായിരിക്കുന്ന വിഷയങ്ങളെ യേശു ക്രിസ്തു എപ്പോഴും എക്വിപ്പ് ചെയ്യുകയും അതിനെ അഡ്മയർ ചെയ്യുകയും ചെയ്യുന്ന ദൈവമാണ്. Jesus always admired and equipped a thing of no worth. നിസാരമായ കാര്യങ്ങളെ ദൈവം ഒരിക്കലും തുച്ഛീകരിക്കുന്ന ദൈവമല്ല. The Lord doesn't think lowly of a silly matter. നമ്മൾ ജീവിക്കുന്ന ഈ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും ബെസ്റ്റ്, ടോപ്പ്, സ്മാർട്ട്, ബ്രില്യന്റ് ആയിട്ടുള്ള ആളുകളെ മാത്രമേ നമ്മൾ തിരഞ്ഞെടുക്കത്തുള്ളൂ. We always tend to go for the best, the top, the smartest in this community അതൊരു and society. സെക്കുലർ ജോബിലാണെങ്കിലും എന്തിനാ ഒരു പാസ്റ്ററൽ പൊസിഷനിലാണെങ്കിൽ പോലും സ്മാർട്ട്, ബ്രില്യന്റ്, കേപ്പബിൾ ആയിരിക്കുന്ന ആളുകളെ മാത്രമേ തിരഞ്ഞെടുക്കത്തുള്ളൂ. Even if it's a secular job or say it's a pastoral ministry, we always tend to choose the best, the most capable, the top person. എന്തിനേറെ നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ ആണെങ്കിൽ മീനുമായിട്ട് വരുമ്പോൾ നമ്മുടെ അമ്മമാരൊക്കെ 10 രൂപയ്ക്ക് മത്തി മേടിച്ചാൽ അതിൽ ഏറ്റവും ചെറുതും മോശമായതും നമ്മൾ ആരും തിരഞ്ഞെടുക്കാറില്ല. We never choose the smallest or the most bad fish from when we buy from the fisherman. പണ്ടൊക്കെ കല്യാണത്തിന് മുമ്പ് നാരങ്ങ കിട്ടുമായിരുന്നു, അതിൽ ഏറ്റവും ചെറുതും പച്ചയായതും ആരും ഇതുവരെ എടുത്തിട്ടില്ല. ഏറ്റവും നല്ലതും കൊള്ളാകുന്നതുമേ തിരഞ്ഞെടുക്കാറുള്ളൂ. Back in the day we used to get lemons when we used to go for weddings. Nobody used to take a raw or a small lemon. കാരണം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ our selection is always seeking the best. നമ്മുടെ തിരഞ്ഞെടുപ്പ് എപ്പോഴും ഏറ്റവും ശ്രേഷ്ഠമായതായിരിക്കും. എന്നാൽ കർത്താവ് തിരഞ്ഞെടുത്തത് അന്നത്തെ സമൂഹത്തിൽ ഏറ്റവും അവഗണിക്കപ്പെട്ടവരും അപമാനിക്കപ്പെട്ടവരും തള്ളപ്പെട്ടവരുമായിരിക്കുന്ന ആളുകളെയായിരുന്നു. But when Jesus always chose the forsaken or the left behind or the people who were not considered. യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ 2 സെമിനാരികളുണ്ട്, 2 സ്കൂൾ ഓഫ് തോട്ടുകൾ ഉണ്ടായിരുന്നു. There were 2 seminaries that was there back in the day of Jesus. അതൊന്ന് ഹിലേൽ സ്കൂൾ ഓഫ് തോട്ടും അതുപോലെ തന്നെ ഗമാലിയൽ സ്കൂൾ ഓഫ് തോട്ടുമായിരുന്നു. Back in the day it was the Gamaliel school of thought and the Hillel school of thought. പുരോഹിതന്മാരാകാൻ വേണ്ടി യഹൂദ ഗ്രൂപ്പിൽപ്പെട്ടിരിക്കുന്ന ബാലന്മാർ, പ്യുവർ ബ്ലഡിന്റെ ഉടമകൾ, ഹൈകാസ്റ്റ് കമ്മ്യൂണിറ്റിയിലുള്ള പിള്ളേരാണ് അവിടെ പഠിക്കുന്നത്. All the pure Jews and the kids who wanted to become a priest of the Jew would go to the school there. യേശുക്രിസ്തു മിനിസ്ട്രിക്ക് ഇറങ്ങിയപ്പോൾ അതിന്റെ അകത്തുനിന്ന് കൊള്ളാകുന്ന ഒരു 12 ചെറുപ്പക്കാരെ തിരഞ്ഞെടുത്തിരിക്കുന്നുവെങ്കിൽ കുറെ കൂടെ വൈഡർ പെർസ്പെക്റ്റീവിൽ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. Jesus could have chosen 12 smart boys from that school and he could have done maybe things in a better perspective. പക്ഷേ യേശുക്രിസ്തു തിരഞ്ഞെടുത്തത് ഉളുമ്പ് നാറിയ മുക്കുവന്മാരെയും അതുപോലെ തന്നെ വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന പ്രിയപ്പെട്ടവരെയും ഭൂതം ബാധിച്ചവരെയൊക്കെ ആയിരുന്നു തന്റെ പ്രവർത്തനത്തിന് വേണ്ടി കർത്താവ് തിരഞ്ഞെടുത്തതെങ്കിൽ. But if Jesus went ahead and chose the foul-smelling fisherman or somebody who was possessed by the demon or who was involved in immoral activities, അവഗണിക്കപ്പെട്ടതിനെയും അപമാനിക്കപ്പെട്ടതിനെയും ദൈവം ഒരിക്കലും തള്ളിക്കളയുന്ന ദൈവമല്ല. the Lord never forsakes the unconsidered or the not counted ones. ഇന്ന് രാത്രിയിലും വേണ്ട എന്ന് കരുതി വെച്ചിരിക്കുന്നതിനെ എല്ലാ കാലങ്ങളിലും ദൈവം തെരഞ്ഞെടുക്കുന്ന ദൈവമാണ്.
Jesus always chose the forsaken. അതുകൊണ്ടല്ലേ ദാവീദിന്റെ ചരിത്രം പഠിക്കുന്ന സന്ദർഭത്തിൽ എട്ടാമത്തെ ആയിരുന്നു ദാവീദ് ആ വീട്ടിലെ. That is why when we learn about the history of David, David was the 8th among the sons there. യഹൂദ പശ്ചാത്തലത്തിൽ 7 ആണ് പെർഫെക്റ്റ് എന്ന് പറയപ്പെടുന്നത്, 8 എന്ന് പറയപ്പെടുന്നത് ഇംപെർഫെക്റ്റ് ആണ്. Back in the day in Jewish culture, it was 7 the number of perfection, 8 was always an imperfection. ദാവീദ് എന്ന് പറയപ്പെടുന്നത് ഒരു ആട്ടിടയനാണ്. ആട്ടിടയർ എന്ന് പറയപ്പെടുന്നത് ഇലിറ്ററേറ്റ് ആണ് അന്നത്തെ കമ്മ്യൂണിറ്റിയിൽ. അതുപോലെ പഠിക്കാനായിട്ട് കഴിവില്ലാത്തവരാണ് അന്നത്തെ സമൂഹത്തിൽ ആട്ടിടയന്മാരെന്ന് പറയും. Back in that community, back in the day, it was shepherds who was illiterate, who was not good at studies, those who were sent as shepherd boys. അവരുടെ വീട്ടിൽ ഒരു പ്രാർത്ഥനയോഗം നടന്നിട്ട് ഇശായിയുടെ വീട്ടിലെ പ്രാർത്ഥനയോഗത്തിൽ പോലും ഈ ദാവീദിനെ അന്ന് ആദ്യത്തെ ദിവസങ്ങളിൽ ക്ഷണിച്ചിരുന്നില്ലായിരുന്നു. There was no invitation to David, even though there was a prayer meeting that was happening in his own house. എന്നാൽ ശമൂവേൽ ഒരു നല്ല പ്രവാചകനായതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് തന്നോട് പറഞ്ഞു, ആരുടെയും പൊക്കമോ ഒന്നും നോക്കരുത്, ദൈവം തിരഞ്ഞെടുക്കുന്നത് ഹൃദയങ്ങളെ നോക്കിയാണ്. Just because Samuel was a perfect prophet of God, never go for the looks or the stature of anybody present there. Listen to my voice. കാട്ടിൽ ആടിനെ മേയ്ക്കാനായിട്ട് പോയ പ്രിയപ്പെട്ടവനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് എട്ടാമത്തവനാണെങ്കിലും അവഗണിക്കപ്പെട്ടവനാണെങ്കിലും അവനെ അഭിഷേകം ചെയ്യുന്ന ദൈവിക ശുശ്രൂഷയാണ് പഴയ നിയമത്തിൽ കാണുന്നതെങ്കിൽ, in the Old Testament, if we see that he sent for the boy who was shepherding his sheep for the meeting there in the house. ഇന്ന് രാത്രിയിലും ദൈവം ചില പ്രിയപ്പെട്ടവരെ വലിയ പദ്ധതിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നുണ്ട് എന്ന് കരുതുകയും വിശ്വസിക്കുകയും ചെയ്യണം. Tonight believe that the Lord is choosing and putting his divine appointment to people who are present here for his mission. ഈ വ്യക്തിയെ ദൈവം എങ്ങനെ ഉപയോഗിക്കും, ഈ വ്യക്തിയെ എങ്ങനെ കർത്താവ് കരകയറ്റും എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ കുടുംബപരമായിട്ടൊക്കെ ചിന്തിക്കുമായിരിക്കാം. പക്ഷെ ദൈവത്തിന്റെ അഭിഷേകം ഇറങ്ങിയാലുണ്ടല്ലോ ഇന്ന് രാത്രിയിൽ ഉയർത്തുവാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ കരങ്ങളുണ്ട്. Even we would think and wonder, how would this person come through? How is the Lord going to use him? But the hand of God will prove that the Lord is with him. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നീ ഏത് സാഹചര്യത്തിലാണെങ്കിലും ദൈവം നിന്നെ ഉയർത്തണമെന്ന് കണ്ടു കഴിഞ്ഞാൽ ദൈവത്തിന്റെ കാര്യങ്ങൾ നിനക്ക് വേണ്ടി അനുകൂലമായി തന്നെ തീരും. If the Lord decides to uplift you, the favor of the Lord will always be upon your head. നിന്റെ തലമുറകൾ ഏത് സാഹചര്യങ്ങളാണെങ്കിലും ദൈവത്തിന് അവരെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിൽ നിന്നും ദൈവം ഉയർത്തിക്കൊണ്ടുവരുന്ന ദൈവമാ. Despite of any situation your children are going through, if there is a plan of the Lord over their life, they will always come out. The God will bring them out. ശ്രദ്ധിച്ചേ, നമ്മൾ ഈ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം പഠിക്കുന്ന സന്ദർഭത്തിൽ അവിടെ 3-4 ടീനേജേഴ്സിനെ കാണാൻ കഴിയുന്നുണ്ട്. When we study the book of Daniel, we can see 3-4 teenagers in the house. അവർ യെരുശലേമിൽ നിന്ന് അവരെ പിടിക്കപ്പെട്ടവരായിട്ട് ബാബിലോണിലേക്ക് വന്നതാണ്. They were caught, captured and brought them to Babylon. ബാബിലോൺ എന്ന് പറയപ്പെടുന്ന ഒരു ഈവിൾ സിസ്റ്റം ഉള്ള ഒരു രാജ്യമാണ്. Babylon is a country which was trapped by an evil system. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്വാതന്ത്ര്യവും ആ രാജ്യത്തുണ്ട്. Considering their perspective, they had all the freedom in that country. ആ ദാനിയേലിനെ സംബന്ധിച്ച് അവർക്ക് ടെസ്റ്റ് ഇല്ല, ടെസ്റ്റിഫൈങ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ചെയ്യുന്ന SMS അല്ല, ടെസ്റ്റ് മെസ്സേജ് അല്ല, ഞാൻ ഉദ്ദേശിച്ച ടെസ്റ്റ് എന്ന് പറഞ്ഞത് അതുമല്ല, ടെസ്റ്റ് സ്ക്രിപ്ചർ. അവർക്ക് ടെസ്റ്റ് ഇല്ല, തിരുവെഴുത്തില്ല, അതുപോലെ തന്നെ ടെമ്പിൾ ഇല്ല. ബാബിലോണിൽ ടെസ്റ്റ് ഇല്ല, ടെമ്പിൾ ഇല്ല, ടെസ്റ്റിഫൈങ് പീപ്പിൾ ഇല്ല. They don't have text, temple or testifying people who are in that place. ഇത് മൂന്നുമില്ലാത്ത ടീനേജേഴ്സ് ആണ് അവര്. They are teenagers who are deprived of all these three things. Testify ചെയ്യുന്ന കുറച്ച് പേര് കൂടെ ഉണ്ടെങ്കിൽ ഒരു എൻകറേജ്മെന്റ്. If there are people who are there to testify, it is an encouragement for our പക്ഷേ lives. അവരോട് കൂടെ ടെസ്റ്റിഫൈങ് പീപ്പിൾ ഇല്ല. But they don't have testifying people around them. അതുപോലെ തന്നെ അവർക്ക് ഒരു ടെസ്റ്റ് ഇല്ല, അവർക്ക് നല്ല തിരുവെഴുത്തില്ല, ദൈവവചനം അവരുടെ കയ്യിലില്ല. They don't have a text in order to go through and go back in the word of God. അവരുടെ റിലിജിയൻ എല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്ന ടെമ്പിളുമായിട്ട് ബന്ധപ്പെട്ട അതവിടെ ബാബിലോണിലില്ല. All of their religion and concepts are connected to temples, but even that is not there in Babylon. എന്നാൽ അവരുടെ ഹൃദയത്തിൽ പകർന്നു കിട്ടിയ ചില വർഷങ്ങൾക്ക് മുൻപേ കുഞ്ഞുനാളിൽ പകർന്നു കിട്ടിയ ചില ദൈവ സാന്നിധ്യം അവരുടെ മേലുണ്ടായിരുന്നു. But there is a presence of God that they carried over, which they received from their parents or their families. അത് അവരെ ആ പ്രതിസന്ധികളുടെ മധ്യത്തിലും ദൈവം അവരെ നിർത്തുകയുണ്ടായി. That presence of the Lord made them stand even though in those trials and temptations. അതുകൊണ്ടാണ് നെബൂഖദ്നേസർ ഒരു ഇമേജ് ഉണ്ടാക്കി ഫേസ്ബുക്കിൽ ഇട്ടു. That is why Nebuchadnezzar made a picture and posted it on Facebook. ഇമേജ് ഉണ്ടാക്കി ഫേസ്ബുക്കിൽ ഇട്ട സന്ദർഭത്തിൽ എല്ലാവരും ലൈക്ക് ചെയ്തു, പക്ഷെ ഇവർ ഡിസ്ലൈക്ക് ചെയ്തവർ. Back in the day, everybody liked that post that Nebuchadnezzar made, but these three teenagers disliked it. പ്രിയപ്പെട്ടവരും കമന്റും ചെയ്തു. The others even commented on that. കാരണം നെബൂഖദ്നേസറിന്റെ ഇമേജിനെ ലൈക്ക് ചെയ്യണമെന്നുള്ളായിരുന്നു അവിടുത്തെ നിയമം.
in that time, it was a rule that we need to like the image of the അതുകൊണ്ട് post of എല്ലാവരും കൂടെ Nebuchadnezzar. അൺഫ്രണ്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. So they decided to unfriend him. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഫോം ഓഫ് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. ഫേസ്ബുക്കിൽ നിന്നോ ട്വിറ്ററിൽ നിന്നോ മിസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതുണ്ടാകുന്ന ഡിപ്രഷൻ വളരെ കൂടുതലാണ് ഇന്നത്തെ സമൂഹത്തിൽ. The greatest challenge the teenagers face is FOMO, fear of missing out. That is a great cause of depression. അതുകൊണ്ട് ഇവരെ ഇതെല്ലാം സംഭവിച്ചിട്ടും ഇവർക്ക് ടെസ്റ്റ് ഇല്ലാഞ്ഞിട്ടും ടെമ്പിൾ ഇല്ലാഞ്ഞിട്ടും ടെസ്റ്റിഫൈങ് പീപ്പിൾ ഇല്ലാഞ്ഞിട്ടും അവിടെ ഇമേജ് ഉണ്ടാക്കിയിട്ടും ഇവരൊരു ദൈവത്തിൽ ആഴമായ വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ട് തീയുടെ നടുവിലും സിംഹത്തിന്റെ കുടിയിലുമൊക്കെ അവർ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണുവാൻ കഴിഞ്ഞു. Even though they were deprived of text testifying people or temples, or even the rules were against them, just because they had faith and trust in God, the Lord brought them through the fiery furnace and the lion's den. നമ്മൾ ഇവിടെ കാണുന്ന ഈ കൊച്ചൻ, ഇവിടെ ഒരു ബാലൻ 5.2 മീനും കൂടെ കൊണ്ടുവന്ന ഈ കൊച്ചൻ, ഈ ബാലൻ, ഈ ടീനേജർ, This young boy who brought this 5 loaves of bread and 2 fishes, അവന്റെ വീട്ടിൽ നല്ല ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. there was a beautiful culture that was being followed in his family. കാരണം ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അവർക്ക് കൊടുക്കണമെന്നും വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണമെന്നും പഠിപ്പിച്ച ഒരു സംസ്കാരം മാതാപിതാക്കളിൽ ഉണ്ടായിരുന്നു. He comes from a family where he was taught to share his food with the hungry. അതുകൊണ്ടാണ് പണ്ടൊക്കെ നമ്മുടെയൊക്കെ പ്രാർത്ഥന യോഗത്തിന് പിള്ളേർ വരുമ്പോൾ ഈ പക്കാവട അങ്ങനെയൊക്കെയുള്ള കൊണ്ടുവരുമായിരുന്നു. അവരെ തുടങ്ങുമ്പോൾ തന്നെ പാസ്റ്റർ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് അവർ തിന്നു തീർക്കുമായിരുന്നു. പക്ഷേ ഈ കൊച്ചന്റെ കയ്യിലുണ്ടായിരുന്നത് അത് സൂക്ഷിച്ചു വെച്ചിരുന്നു എന്നുള്ളതാണ്. Those days, back in the day when we were young, we used to bring snacks which we would finish even before the pastor starts even preaching, but he kept it conserved towards the end of the meeting. ഈ മാതാപിതാക്കൾ ഒരു നല്ല സംസ്കാരം ഷെയർ ചെയ്യണമെന്ന് പഠിപ്പിച്ച ഒരു കുടുംബ പശ്ചാത്തലം ഉണ്ടായിരുന്നു. He had a family background where he was taught to share in his family. അതുകൊണ്ടാണ് നമ്മുടെ പഴമക്കാർ പറയുന്നത് വീട് നന്നാകാതെ വിദ്യാലയം നന്നാകത്തില്ല. That is why our old generation says, without our families being right, our schools don't become right. അതുകൊണ്ടാണ് നമ്മുടെ വാല്യൂ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്ന 4 ഏജൻസികൾ ഈ കമ്മ്യൂണിറ്റിയിലുണ്ട്. That is why there are 4 entities that our value system creates in the society. അതിൽ ഒന്ന് ഫാമിലിയാണ്, 2 സ്കൂളാണ്, 3 എന്ന് പറയപ്പെടുന്നത് ഫാമിലിയാണ്, 4ാമത്തത് മീഡിയയാണ്. The first is family, school, media. അതുകൊണ്ട് ഇന്നത്തെ പണ്ടത്തെ കാലഘട്ടത്തിൽ ജോയിന്റ് ഫാമിലി സിസ്റ്റത്തിൽ ഫാമിലി ആയിരുന്നു വാല്യൂ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. Back in the day when it was a joint family culture, it was the family that generated the values in the society. ഇന്ന് ഞാനടക്കമുള്ള പാസ്റ്റർമാർ ഏറ്റവും കൂടുതൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. In this current situation, including me, the pastors, we are dependent on the media. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഇതിന്റെ അകത്താണ്. We wake up with media, walk with media, work with media and sleep with media. Modern man is a media baby. അങ്ങനെയുള്ള ഒരു കൾച്ചറാണ്, അങ്ങനെയുള്ള ഒരു വാല്യൂ സിസ്റ്റത്തിലേക്ക് നമ്മൾ വന്നു. ആ മീഡിയ വാല്യൂ ഉണ്ട്, കിങ്ഡം വാല്യൂ ഉണ്ട്. There is media value and kingdom value. മീഡിയ വാല്യൂ എന്ന് പറയപ്പെടുന്നത് പവറാണ്, പ്രസ്റ്റീജാണ്, പൊസിഷനാണ്, ഇമേജാണ്. Media value is all about prestige, power and position. കിങ്ഡം വാല്യൂ അതല്ല. കിങ്ഡം വാല്യൂ എന്ന് പറയപ്പെടുന്നത് ഷെയറിംഗ് ആണ്, കെയറിംഗ് ആണ്, ലവ് ആണ്, ഇതൊക്കെ. But kingdom value is always about love, sharing and caring. കാരണം നമുക്ക് ഇന്നുള്ളത് ഇന്റർനെറ്റ് ഫ്രണ്ട്ഷിപ്പ് ആണ്, നമുക്ക് ഇന്ന് ഇന്റിമേറ്റ് ഫ്രണ്ട്ഷിപ്പ് ഇല്ല. Now we don't have intimate friendship, we are all about internet friendship. കാരണം നമ്മുടെ വാല്യൂവും നമ്മുടെ കൾച്ചറും നമ്മുടെ സംസ്കാരവും എല്ലാം രൂപപ്പെടുത്തുന്നത് ഈ മീഡിയയിൽ കൂടെയാണ്. That is because all our values and cultures are shaped through these media. കാരണം നമ്മുടെ മെത്തഡോളജി അല്ലെങ്കിൽ പെഡഗോഗി തന്നെ മാറിയിരിക്കുകയാണ്. Our whole methodology has changed because of the internet. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന A for apple, B for ball, C for cat, D for doll. സാർമാർ ഇവിടെ ഉണ്ടല്ലോ. ഇപ്പോൾ അത് മാറി A for attack, B for bullet, C for computer, D for dollar. നമ്മുടെ നാട്ടിൽ തന്നെ പണ്ടൊക്കെ നമ്മൾ പഠിച്ചത്, ഞാനൊക്കെ പഠിച്ചത്, നിങ്ങൾ പലരും, നമ്മൾ ആ എഴുതുമ്പോൾ ആ ഒരു കോംപ്ലിക്കേറ്റഡ് ആണ് ഇല്ലേ? ഇപ്പോഴത്തെ പെഡഗോഗി, അതായത് മെത്തഡോളജി ഇപ്പം മാറി. ഇപ്പം അവിടെ പഠിപ്പിക്കുന്നത് തന്നെ ആ എഴുതാൻ പഠിപ്പിക്കുന്നതിന് അത് റായാണ് എഴുതുന്നത്. റാ എഴുതിയിട്ട് പിന്നെ ഒരു 3 ആണ് പഠിപ്പിക്കുന്നത്. കാരണം കോംപ്ലിക്കേഷൻ കുറവാണ്. പിന്നെ അതിൻ്റെ വട്ടത്തിൽ ഒരു റായോട് എഴുതാൻ പറയും. പണ്ട് ആശാൻ വരുന്നെന്ന് പറയുമ്പോഴത്തേക്ക് എന്തോ പ്രശ്നമായിരുന്നു. കാരണം അന്ന് കുറെ കൂടെ ലൈഫിനെ കുറെ കൂടെ അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പഠിപ്പിച്ചുകൊണ്ട് ഏത് ചലഞ്ചസിനെയും നമ്മുടെ പ്രായമുള്ള മാതാപിതാക്കൾ അഭിമുഖീകരിക്കും. പക്ഷേ ഇന്നത്തെ ഈ സംസ്കാരത്തിൽ അത് സാധ്യമല്ല. Back in the day, since we came through a lot of complicated training and complex training, our parents, our forefathers were able to overcome the challenges that they faced in their lives. But in this generation,
since everything has become a life of shortcuts, our generation is not able to overcome their situations in life. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ഇവിടെ ഈ കൊച്ചൻ തന്റെ കയ്യിലുണ്ടായിരുന്ന പുവർ റിസോഴ്സസ് ഗിവ് ടു ദ ഹാൻഡ്സ് ഓഫ് ജീസസ്, യേശുവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തു. അത് കർത്താവ് അതിനെ എടുത്ത് വാഴ്ത്തി നുറുക്കുകയാണ്. Here we see the little resource that the boy had. He surrenders it to Jesus, and Jesus prays for it and multiplies it. പ്രിയമുള്ളവരെ, സഭാ കുടുംബം ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും ചെറുതിനെ, നിസാരമായതിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. The church as a family surrender every little thing that you have in your lives. പ്രാർത്ഥനയോടുകൂടി ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയുന്ന സർവശക്തനായ ദൈവമുണ്ട്. If you prayerfully entrust it in the hand of the Lord can multiply it. ഇത്രയും ജനത്തിന് എങ്ങനെ ഭക്ഷണം കൊടുക്കും എന്നുള്ള ഭാരം ഇവരെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിലും ദൈവകരങ്ങളിലേക്ക് പ്രാർത്ഥനയോടെ വിഷയങ്ങളെ ഭരമേൽപ്പിച്ചാൽ അതിനെ തൃപ്തിയോടെ പറഞ്ഞയക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവമുണ്ട്. Even though they were worried about how they would feed these mass multitude, when they decided to trust in Jesus and give or trust God with the little they had, Jesus multiplied and fed them. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, യേശു അത് കരങ്ങളിലെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് നോക്കി വാഴ്ത്തി നുറുക്കി ഇവിടെ വന്നിരുന്ന ജനങ്ങൾക്ക് കൊടുത്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. Jesus taking the 5 loaves in his hand, he looked up to heaven, said a blessing, he broke them and gave it to the disciples. ഈ ദിവസങ്ങളിൽ ദൈവം ചില പ്രിയപ്പെട്ടവരെ തന്റെ കരങ്ങളിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. The Lord wants to take a few people in his hands tonight. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയോടുകൂടി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം ചില പ്രിയപ്പെട്ടവരെ വിതരണം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. If you can surrender yourselves into the hands of God, the Lord wants to distribute certain lives to the community. ദൈവകരങ്ങളിലേക്ക് വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ആ ദൈവത്തിന്റെ കരങ്ങളിൽ വിനയപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ എല്ലാം കർത്താവ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അനേകർക്ക് അനുഗ്രഹമാക്കി തീർത്തിട്ടുണ്ട്, ആശ്വാസമാക്കി തീർത്തിട്ടുണ്ട്. Everybody who has entrusted their lives with Jesus and given into his hands, he has always made them a blessing to many in the world and made them he has distributed them in the world. യേശുവിന്റെ കരങ്ങളിലേക്ക് വന്നപ്പോൾ അതിനെ എടുത്ത് മുറിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. When it came to the hands of Jesus, it is written, he broke it. മുറിക്കുക എന്ന് പറയപ്പെടുന്നത് വേദനയുള്ളതാണ്, രക്തം പൊടിയുന്നതാണ്, ഷേപ്പ് മാറുന്നതാണ്. Being broken is about shedding blood. It changes your shape and it is a lot of pain. എന്നാൽ മുറിയപ്പെടുമ്പോൾ ഒരു കാര്യം മറന്നു പോകരുത്, അവന്റെ ശാശ്വത കരങ്ങളിലാ ഞാനും നിങ്ങളും മുറിയപ്പെടുന്നത്. But remember, when you are in a broken state, remember that you are in the hands of God. ജീവിതത്തിന്റെ പല പ്രശ്നങ്ങളിൽ കൂടെ ദൈവം നിങ്ങളെ മുറിക്കുന്നുവെങ്കിൽ, രോഗമായിരിക്കാം, വിവിധങ്ങളായിരിക്കുന്ന കഷ്ടങ്ങളായിരിക്കാം, മാനസിക സംഘർഷങ്ങളായിരിക്കാം, ദൈവം നിങ്ങളെ മുറിക്കുന്നുവെങ്കിൽ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ശാശ്വത കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കൂ. If you are going through a physical brokenness and emotional brokenness, trust in the Lord and surrender your lives to Jesus. യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവ് അത് അനേക പ്രിയപ്പെട്ടവർക്ക് വിതരണമാക്കി തീർക്കും. When you entrust your life in the hands of God, the Lord will make it a distribution to a lot of people. ഇവിടെ വന്നിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരും തൃപ്തിയോടെ മടങ്ങിപ്പോയെന്ന ഈ തിരുവചനം നമ്മെ It is രേഖപ്പെടുത്തിയിരിക്കുന്നത്. written there that everybody was satisfied and they ate all. ഇന്ന് രാത്രിയിലും നമ്മെ തൃപ്തിയോടെ പറഞ്ഞയക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. There is a God who can send us back satisfactorily. മാത്രമല്ല അവിടെ പറഞ്ഞ പ്രിയപ്പെട്ടവരോട് അവരനുസരിച്ച് പുല്ലിന്റെ മേലിരുന്നു, അവരെല്ലാം ഒബീഡിയൻസ് ആയിട്ടിരുന്നു. ആ ഭക്ഷണത്തിനായിട്ട് അവരെ കർത്താവിന്റെ വാക്കനുസരിച്ചു. They were all obedient to Jesus, the word of Jesus. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, എന്നിട്ടും 12 കൊട്ട അവിടെ വീണ്ടും അവിടെ ലെഫ്റ്റ് ഓവർ ആയിട്ട് വന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. We can see that it says there were 12 baskets full of broken pieces that was left over. ലെഫ്റ്റ് ഓവർ ഒരിക്കലും ഉപയോഗിക്കാനായിട്ട് ആരും ഇഷ്ടപ്പെടുന്നതല്ല. Nobody is entertained or wants to make use of the leftovers. കർത്താവിന് കുറെ കൂടെ എക്കോളജിക്കൽ കൺസേൺ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിനെ വീണ്ടും റീയൂസ് ചെയ്യപ്പെടുകയാണ് ഈ ലെഫ്റ്റ് ഓവറിനെ പോലും. We see that all of these leftovers are being reused. കാരണം ആ എൻവയോൺമെന്റിൽ വീണ്ടും വിഷയം ഉണ്ടാകരുത്, അതിനെ റീയൂസ് ചെയ്തു. In that environment there should be another issue, so Jesus ഇന്ന് reused രാത്രിയിൽ them. നമ്മളൊക്കെ ചിലപ്പോൾ ലെഫ്റ്റ് ഓവർ ആയിട്ട് തോന്നിയേക്കാം പല പ്രിയപ്പെട്ടവർക്കും. Most of the times we might feel that we are leftovers. യൂസ്ലെസ് ആയിട്ട് ലെഫ്റ്റ് ഓവർ ആയിട്ട് മാറ്റപ്പെടേണ്ട ഈ അപ്പക്കഷ്ണങ്ങളെ കർത്താവ് പറയുകയാണ് 12 കൊട്ടയിൽ നിറച്ചെടുക്കാൻ പറയുകയാണ്. All those bread pieces that were supposed to be left over, that was thrown away, that was supposed to be thrown away, Jesus asked them to collect them in 12 baskets. സഭയിലും കുടുംബത്തിലും ഒക്കെ ചിലപ്പോൾ ലെഫ്റ്റ് ഓവർ ആയിട്ട് ചില പ്രിയപ്പെട്ടവർ തീർന്നേക്കാം. Some people might feel that they are leftovers or left behind in the churches. എന്നാൽ കർത്താവ് ഒരിക്കലും അതിനെ കൈവിടുന്ന കർത്താവല്ല. But Jesus never forsakes those lives. പല പ്രിയപ്പെട്ടവരും കൊള്ളത്തില്ല എന്ന് കരുതുന്ന മണ്ഡലങ്ങളിലും അതിനെ കർത്താവ് റീഷേപ്പ് ചെയ്യുന്ന കർത്താവാ. God is a God who reshapes even in those things that you are saying you
ഇന്ന് രാത്രിയിലും കർത്താവ് ചിലതിനൊക്കെ വീണ്ടും റീയൂസ് ചെയ്യുവാനായിട്ട് The Lord ആഗ്രഹിക്കുന്നുണ്ട്. wants to reuse certain lives in this room. കൊള്ളത്തില്ലെന്ന് എഴുതി തള്ളുന്ന പ്രിയപ്പെട്ടവരെ പോലും കർത്താവ് വീണ്ടും അത് പ്രയോജനപ്പെടുത്തിയെടുത്തുവെങ്കിൽ, Those lives or those things that were written off and said that they are worthless, if Jesus ഇന്ന് made രാത്രിയിൽ use ഈ of them. പ്രാർത്ഥനയുടെ മധ്യത്തിൽ നമ്മുടെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ചില പ്രിയപ്പെട്ടവരെ കൊള്ളാകുന്നവരാക്കി തീർക്കുകയാ. The Lord wants to make use of certain people in this house in our prayers. എല്ലാവരെയും തൃപ്തിയോടെ അയക്കുന്ന ഒരു നല്ല കർത്താവ് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. There is a God who provides a great sense of satisfaction in our lives. എല്ലാവരോടും കരുണയോടുകൂടെ ഇടപെടുന്ന ഒരു നല്ല കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. There is a God who is present here, who comes down with compassion. നിന്റെ സാഹചര്യങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ള ശക്തനായ ദൈവം ഈ മരുഭൂമിയിൽ There is വന്നിട്ടുണ്ട്. a God who is present in the desert of your life, who can transform your life. നീ അൺവർത്തിയാണ്, അൺഇമ്പോർട്ടന്റ് ആണെന്ന് കരുതുന്ന മേഖലകളിൽ നിന്നെ ഉയർത്തുന്ന കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. Even though you think you are unworthy and you are worthless, there is a Lord who lifts your head. നിന്നെ എഴുതി തള്ളി എന്ന് കരുതുന്ന മേഖലകളിലും വീണ്ടും ഉപയോഗിക്കുവാൻ കർത്താവ് വന്നിട്ടുണ്ട്. The Lord can make use of you wherever you felt ignored. ഇന്ന് രാത്രിയിൽ അത് എത്ര പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രിയിൽ അത് വിശ്വസിക്കുന്നു. എന്റെ കർത്താവ് വലിയ ദൗത്യത്തിന് വേണ്ടി ഞങ്ങളെ ഉപയോഗിക്കുന്നു. The Lord will use me for great missions. How many of you can believe this word? ഞാൻ എന്റെ വാക്കുകൾ ഇന്ന് രാത്രിയിലൂടെ ഉപസംഹരിക്കുക. I'm going to conclude my words tonight. നമുക്കെല്ലാവർക്കും പരിചിതമായിരിക്കുന്ന ഒരു ദൈവഭൃത്തനാണല്ലോ സാധു കൊച്ചുഞ്ഞുപദേശി. A very familiar man of God. We all know about him, Sadhu Kochugunjupadeshi. അനേക കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയ ഒരു ദൈവഭൃത്യൻ. He went through a lot of trials and troubles. തന്റെ ജീവിതം അനേക പ്രിയപ്പെട്ടവർക്ക് ഇന്നും പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുന്നതാണ്. His life is an encouragement and inspiration to everybody even now. കഷ്ടതയുടെ കഠിന ശോധനകളിൽ കൂടെ കടന്നുപോയ ഒരു ദൈവഭൃത്യനായിരുന്നുവല്ലോ താന്. He was a man who went through a lot of troubles and trials in his life. ഒരിക്കൽ തന്റെ ഭവനത്തിൽ ആഹാരമില്ലാതിരിക്കുന്ന ഒരു ദിവസി There was one day when he had no food in his house. താൻ ആ പ്രഭാതത്തിൽ വെയിൽ കൊള്ളുവാനായിട്ട് മുറ്റത്തിരിക്കുമ്പോൾ That morning when he was sitting under the sunlight, തന്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞു, ഇന്ന് നമുക്ക് ആഹാരത്തിനുള്ള അരിയില്ല എന്ന് പറഞ്ഞു. his children came to him and said that we have no more rice left in our house. ഈ അപ്പന്റെ മനസ്സിൽ ഉണ്ടായത് അടുത്ത ആരോടെങ്കിലും ചോദിക്കാമെന്നൊക്കെ മനസ്സിൽ ഉണ്ടായി. This father is thinking that he could ask somebody who is nearby. അന്ന് ആ വഴിയെ പോയ തന്റെ ഒരു അയൽവാസിയോട് ചോദിക്കുവാനായിട്ട് താൻ മനസ്സിൽ ആഗ്രഹിച്ചു. He thought in his heart to ask a neighbor of his. നിങ്ങൾക്ക് ആ കഥ സുപരിചിതമാണ്. I'm sure you are familiar of this story. എന്നാൽ അന്നത്തെ ആ ദിവസി എല്ലാ ദിവസങ്ങളിലും സംസാരിക്കാറുണ്ടായിരുന്ന ആ അയൽവാസി അന്ന് തന്നോട് സംസാരിക്കാതെ കുട മറച്ചു പിടിച്ചുകൊണ്ട് താൻ ആ വഴിയോരത്തോടെ മടങ്ങിപ്പോയി. A neighbor who always used to talk to him, give him a hand, just ignored the man that day. ആ പാവപ്പെട്ട ദൈവദാസന്റെ മനസ്സിൽ അത് വലിയ ഭാരമായിട്ട് തീർന്നു. It became a great hurt in his heart. അത് തനിക്ക് വലിയ വേദനയായിട്ട് തന്റെ ഹൃദയത്തിൽ തോന്നി. It became a great pain in his heart. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, അന്ന് ആ മനുഷ്യൻ സംസാരിച്ച ഒരു 500 രൂപ കൊടുത്തിരുന്നു എങ്കിൽ, if that person who ignored him would have shared a 500 rupees to that man of God, നമ്മളൊക്കെ ഇന്ന് പാടി ആസ്വദിക്കാറുള്ള ഒരു അനുഗ്രഹീതമായ ഗാനം പുറത്തു വരത്തില്ലായിരുന്നു. there is a very wonderful song that we all sing even today and worship, it wouldn't have birthed out. അന്ന് ആ വേദനയുടെ മധ്യത്തിൽ ആ അയൽവാസി ഇഗ്നോർ ചെയ്ത് പോയെങ്കിലും ദൈവത്തിന് അതിന്റെ പിന്നിൽ ഒരു വലിയ പദ്ധതി ഉണ്ടായിരുന്നു. Even though that neighbor ignored him and went there, God had a greater plan in his life. അനേക പ്രിയപ്പെട്ടവർക്ക് ആശ്വാസം നൽകുന്ന ഒരു അനുഗ്രഹീതമായ ഗാനം തന്റെ ജീവിതത്തിന്റെ കഷ്ടതയിൽ കൂടെ ഉരുത്തിരിയണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നു. God had already planned that there is supposed to be a song that has to come out through his situation in his life. ഇന്ന് രാത്രിയിലും ദൈവം നമ്മെ മുറിക്കുകയും നമ്മെ ശോധനകളിൽ കൂടെ കടത്തിക്കൊണ്ടു പോവുകയും ചെയ്യുമ്പോൾ ദൈവത്തിന് അതിന്റെ പിന്നിൽ ഒരു വലിയ പദ്ധതിയുണ്ട്. Trust in God that he has a great plan for your life when he takes you through paths of brokenness. ദൈവത്തിന്റെ പദ്ധതികളെല്ലാം നമുക്ക് വേണ്ടി അനുഗ്രഹീതമായ രീതിയിലാണ്. The plans of God are a great blessing for our lives. ദൈവം അറിയാതെയല്ല ഈ ദുഃഖകരമായ സാഹചര്യങ്ങളും മുറിവുകളും വേദനകളും രോഗങ്ങളും ഈ കഷ്ടങ്ങളും ഒക്കെ. All of this, whatever your situation is, God is completely known about it. നിന്നെ അറിയേണ്ട പ്രിയപ്പെട്ടവരെ അറിയാതെ പോകുന്നതും അംഗീകരിക്കാതെ പോകുന്നതും കൈത്താങ്ങൽ തരാതെ പോകുന്നതും ഒക്കെ ദൈവം അതെല്ലാം കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. All of those people who are supposed to be with you, stand with you, are ignoring you. Remember that the Lord is watching all of your എല്ലാ life. സാഹചര്യങ്ങളിലും നിന്നോട് കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി ഈ മരുഭൂമിയിലുണ്ട്. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു But there is a മാത്രമാണ്. God who stands with you despite of your situation in all your situations. അവൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുന്ന ദൈവമല്ല. He never leaves you nor forsakes അവൻ you. നിന്നെ ഒരു നാളും കൈവിടുന്ന ദൈവമല്ല. He never forsakes you. അതുകൊണ്ട് അന്ന് ഭക്തനായിരിക്കുന്ന ദൈവഭൃത്തൻ ഇങ്ങനെ രചിച്ച് എഴുതുകയുണ്ടായി. That is why he sang like this, these lines. ആരും സഹായമിൽ